മോർണിംഗ് ഗൈസ്, ഞാൻ രാവിലെ എണീറ്റിട്ട് ഞായറാഴ്ച ക്രിക്കറ്റ് കളിക്കാൻ പോകും. എണീറ്റ് വന്നപ്പോൾ ഈ ട്രോഫി എൻ്റെ കൂടെ ഉണ്ടെന്ന് അല്ലേ. അച്ഛ അവിടെ പോണ്, അവിടെ ഉണ്ട്. അതിപ്പോൾ രാവിലെ ആയാലും ശരി രാത്രി ആയാലും ശരി, എന്താ കുഞ്ഞുമക്കൾ നമുക്ക് കിട്ടാത്ത സന്തോഷങ്ങൾ നമ്മളെ മക്കൾക്ക് കിട്ടണം. അപ്പോൾ അവർ രാവിലെ നമ്മളെ കൂടെ കളിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകണം. സിദ്ധി കമാൺ. ബാക്കി വിശേഷങ്ങൾ ഗ്രൗണ്ടിൽ ചെന്നിട്ട് പറയാം. ഞങ്ങൾ സജ്ജയിലേക്കാണ് പോണത് അല്ലേ സിദ്ധി? സിദ്ധി അവിടെ പോണ്? ക്രിക്കറ്റ് പോവാണ്, ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇനി ഞങ്ങൾ സജ്ജയിലെത്തി. ഓൾറെഡി ലേറ്റ് ആയി ഇവളുള്ളത് കാരണം. ഞങ്ങളെ ക്യാപ്റ്റൻ്റെ ദീപുവിൻ്റെ വൈസ് ക്യാപ്റ്റൻ വാഷുവിൻ്റെ ലിബിയണ്ണൻ്റെ തെറി കേൾക്കാൻ ചാൻസ് ഉണ്ടല്ലേ. ഹലോ ഗൈസ് പറഞ്ഞേ, സുഖാണോന്ന് വെച്ചേ? സുഖാണോ ഗൈസ്? അങ്ങനെ ഞങ്ങള് അങ്ങോട്ട് നമ്മള് ഗ്രൗണ്ടിലെത്തി എന്ന് പറയാം. ഇല്ല ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി. ഇവിടെ ക്രിക്കറ്റ് കളി തുടങ്ങി. പ്രവാസികളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച രാവിലെ സജ്ജയിലും മറ്റുള്ള ഗ്രൗണ്ടിലും വന്ന് നമ്മളിങ്ങനെ കുറച്ചു നേരം കളിക്കണതാണ്. പിന്നെ കളിയുടെ വിശേഷങ്ങൾ ഇടയിൽ പറയാം. ബായ്. അങ്ങനെ ഓക്കെ. അതുകൊണ്ടല്ല അത് മെയിൻ നമ്പറിനെ വിളിക്കത്. നിനക്കല്ല മെയിൻ നമ്പർ വിളിക്കണം. ഔട്ടാണെ വിളിക്കണുണ്ടെന്ന്. എത്ര ഓവർ 9 ഓവറാ? അണ്ണനെ ഇവിടെ കയച്ചു കൊടുക്കുള്ളൂ. ഇവിടെ ണത്തിന് പെണ്ണുങ്ങളെ ഒരുക്കണത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഇജാതി വേഷം കെട്ട് ഞാൻ മറ്റേ പെണ്ണുങ്ങൾ പുട്ടിയിരുന്ന കണ്ടിട്ടുള്ളൂ. പക്ഷെ അണ്ണ ഇതെന്താണ് അണ്ണ ഇതിന്റെ അർത്ഥം എന്താണ്? എന്തിനാണ് പറഞ്ഞത്? എല്ലാരും ഇടുന്നു ഞാനും. പ്രത്യേകിച്ച് ഒരു കാര്യം. അവനായോണ്ട് ഫസ്റ്റ് ഇന്നിങ്സ് അവസാനിച്ചു. ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാർ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 208 റൺസ് നേടി തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ബോളർമാരെ കയ്യിലാണെന്നാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ മിസ്റ്റർ ലിബിൻ പറയുന്നത്. ലിബിനെ കാണൂല, കാരണം വൈറ്റ് വാഷ് ഇട്ടിരിക്കുകയാണ്. സംഭവം വൈറ്റ് വാഷ് ഇട്ടാന്ന് വെച്ചാലേ എല്ലാ ക്രിക്കറ്റ് കളിക്കാരും മുഖത്ത് എന്തോ തേക്കുന്നു. അപ്പം ഞാനും അത് തേക്കുന്നു എന്നാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ പറയുന്നത്. ഞങ്ങളെ ലെഫ്റ്റ് നല്ല ബാറ്റ്സ്മാൻ്റെ കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം ക്യാപ്റ്റൻ അവസരം കൊടുത്തില്ല. അഖിൽ പി ഇന്നത്തെ താരം സെഞ്ചുറി അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ട് പോലും ടീമിന് വേണ്ടിയിട്ട് അവൻ അത് നേടിയില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ പറയുന്നത് 207 റണ്ണാണ് ഞങ്ങൾ അടിച്ചത്. ഞങ്ങളങ്ങനെ ജയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ക്യാപ്റ്റൻ്റെ തന്ത്രവും ഞങ്ങളുടെ മാനേജറെ തന്ത്രവും ഞങ്ങളുടെ പ്ലേയേഴ്സിൻ്റെ ശക്തിയും പിന്നെ അഖിൽ പി ഇന്ന് നന്നായിട്ട് ബാറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഷാദു ഇന്ന് അങ്ങനെയൊന്നും അറിയില്ല, ആദ്യത്തിൽ നിന്ന് നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ജാവേദ് പിന്നെ കുഴപ്പമില്ലാതെ ഞാനും നന്നായിട്ട് ബോൾ ചെയ്ത് ഞങ്ങൾ അതിമനോഹരമായിട്ട് സജ്ജം ജയിച്ചിട്ടുണ്ടാണ് ഇന്നലത്തെ ഞങ്ങളുടെ ജയത്തിൽ. ഇന്നത്തെ യൂട്യൂബ് വീഡിയോ ഞങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഞായറാഴ്ച വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ബൈ സബിൻ പ്രിയ.